ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. 27 വാർഡിലെങ്കിലും ഇവര് അരിവാൾ ചുറ്റുക നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കാൻ ഇവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തയ്യാറാകുമെന്ന് പറയാൻ തയ്യാറാണ്. എന്റെ കർത്താവേ, ഒരു ചെറിയ മിന്നലെ പോയി. കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത് വിജയിക്കുന്നതിന് വേണ്ടിയാണ്. ഏറെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ BJPയുടെ വൃന്തി ബേജാറാവേണ്ട ഒരു കാര്യമില്ല. പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ ഏറ്റവും ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി കാരണം ഈ കഴിഞ്ഞ 9.5 വർഷത്തിനിടയിൽ കേരളത്തിനകത്തുണ്ടായ മാറ്റം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആർഷോ തന്നെ ചോദിച്ചു, ഈ എന്തിനാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നത് എന്ന്. 2 സ്വതന്ത്രരെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ചിഹ്നം ഈനാം പേശിയോ മരപ്പെട്ടിയോ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അരിവാൾ ചുറ്റിയില്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ 2 ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി വലിയ പ്രശ്നമാണോ? അല്ല, ഞങ്ങൾക്ക് അരിവാൾ ചുറ്റിക പ്രശ്നമല്ല. എന്നിട്ടാണ് സ്വതന്ത്രം. ഇവരൊക്കെ എടുക്കാത്ത നോട്ടാണ്. ഇവിടെ ഞങ്ങൾക്ക് എടുക്കാത്ത നോട്ടാണ്. നമ്മൾ ഈ നാണം കേട്ടല്ലോ. എന്തായാലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഈ മുടിയൊന്ന് നീട്ടി വളർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ അറിയോ, ഇലക്ഷൻ കഴിഞ്ഞ് ഇവര് മൂത്താന്തര ജയിക്കുകയോ അതോ ഇത് ചെരക്കാൻ വരുമോ എന്നുള്ളത് ഇവരെന്നെ തീരുമാനിക്കട്ടെ. താങ്കൾ ഉപയോഗിച്ചൊരു പരാമർശത്തെ കുറിച്ച് ആളുകൾക്ക് ഒരു വിയോജിപ്പുണ്ട്. ഒരുപക്ഷെ താങ്കൾക്ക് എന്താ പറയാ പിൻവലിക്കാം. എനിക്ക് വിയോജിപ്പൊന്നുമില്ല. മൂത്താന്തരം ജയിക്കുകയാണെങ്കിൽ നല്ല ചെരക്കാൻ ഞാൻ നിന്ന് കൊടുക്കാം. നല്ല പിന്നെ നാണക്കെടുത്തി. നഗരസഭയിലെ 10 സീറ്റ് ഇവര് തികച്ചു പിടിച്ച CPM 10 സീറ്റ് CPM തികച്ചു പിടിച്ച ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കാം. പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞ വെറും പുലിയല്ല, ഒരു സിംഹം. എന്നതിന് തൊട്ടു മുൻപ് പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനം, BJPയുടെ ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹം. സ്വാഭാവികമായും പാലക്കാട് നഗരസഭയ്ക്കകത്തെ ജനങ്ങള് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് RSSകാരുടെ BJPക്കാരുടെ നിലവാരം എന്നുള്ളതിനെ സംബന്ധിച്ച്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കേട്ടാ. അവരത് വിലയിരുത്തട്ടെ. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ? ഉപ്പിടണം കുറച്ച്. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നീ അവനെ കൊണ്ടുപോയത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ. വെറുതെ ചിരിപ്പിക്കരുത്. നീ വലിയ ഗുണ്ടല്ലേ, എന്നിട്ട് എന്താ പ്രതികരിക്കാഞ്ഞേ? അനിയ 2 കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. എന്നിട്ട് നല്ല ശബ്ദം ഞാൻ കേട്ടല്ലേ. എന്തോ ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. അവര് തന്നെ തല്ലിയോ? അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.